വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന നല്ല സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആയിട്ടുള്ള ഒരു ചോക്ലേറ്റ് പുഡിങ്ങിന്റെ റെസിപ്പി നോക്കിയാലോ. ഒരു ബൗളിലേക്ക് 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ കൂടിയിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് അതിലേക്ക് തണുത്ത വെള്ളം കൂടി ഒരു 2 ടേബിൾ സ്പൂണോളം ഒഴിച്ച് നല്ലപോലെ കട്ടയില്ലാതെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാവേ. ഇതുപോലെ നല്ല രീതിയിൽ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പൊ നമുക്ക് കട്ടയില്ലാതെ കിട്ടും. ഇനി ഒരു പാൻ വെച്ച് അതിലേക്ക് ഒരു 1.5 കപ്പ് പാലാണ് ഞാൻ ഇവിടെ ആഡ് ചെയ്തിട്ടുള്ളത്. വെള്ളമൊന്നും ആഡ് ചെയ്തിട്ടില്ല കേട്ടോ. ഇനി ഈ പാല് നല്ലപോലെ ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. പഞ്ചസാരയും പാലും കൂടി നല്ലപോലെ ഒന്ന് തിളച്ച് പഞ്ചസാരയൊക്കെ നല്ല രീതിയിൽ ഒന്ന് മെൽറ്റായി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു 50 ഗ്രാംസോളം ഡാർക്ക് ചോക്ലേറ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ സ്റ്റെപ്പ് നിങ്ങൾക്ക് വേണേ സ്കിപ്പ് ചെയ്യാം കേട്ടോ. പക്ഷേ ഈ ചോക്ലേറ്റ് ചേർത്താലാണ് കുറച്ചുകൂടെ ടേസ്റ്റ് ഉണ്ടാവുക. അതാ ചോക്ലേറ്റ് ആഡ് ചെയ്ത് നല്ലപോലെ ഒന്ന് ഇതൊന്ന് കുറുക്കിയെടുക്കണേ. അപ്പൊ നമ്മുടെ ചോക്ലേറ്റ് ഇതാ പാലിൽ നല്ലപോലെ മിക്സ് ആയി വന്നിട്ടുണ്ട് കേട്ടോ. ഇതാ കണ്ടില്ലേ, ഇപ്പൊ ഒരു ഹോട്ട് ചോക്ലേറ്റിന്റെ പരുവത്തിലാണ് ഇരിക്കുന്നത്. ചോക്ലേറ്റ് ഇതുപോലെ ആയി വരുമ്പോഴേക്കും നമുക്ക് നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള കോൺഫ്ലവർ കൊക്കോ പൗഡർ മിക്സ് ഇതിലേക്ക് ആഡ് ചെയ്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഈ മിക്സ് ആഡ് ചെയ്തതിനു ശേഷം നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണേ, അല്ലെങ്കിൽ ഈ കോൺഫ്ലവർ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കട്ട പിടിക്കും. നമ്മുടെ മിക്സ് നല്ലപോലെ ഒന്ന് കുറുകി വരുന്നുണ്ട്. കുറച്ച് നേരം കൂടി ഇട്ട് നല്ലപോലെ ഒന്ന് കുറുക്കി എടുക്കണം കേട്ടോ. അപ്പൊ നമ്മുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു ബൗളിലേക്ക് ഒഴിച്ചിട്ട് നമുക്ക് നല്ല രീതിയിൽ ഇതൊന്ന് തണുക്കാൻ വേണ്ടി വെക്കാറ് ഒരു 3 to 4 hours വെച്ചാൽ മതി. ഇതിന്റെ ചൂട് നല്ലപോലെ ആറി റൂം ടെമ്പറേച്ചറിൽ വന്നതിന് ശേഷം മാത്രം ഫ്രിഡ്ജിലേക്ക് വെക്കാവുള്ളേ. അപ്പൊ നമ്മുടെ പുഡിങ്ങിന്റെ 1/4 പോർഷൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കാം. അപ്പതാ നമ്മുടെ പുഡിങ് ഫ്രിഡ്ജിലിരുന്ന് തണുത്ത നല്ല കുട്ടപ്പനായി വന്നിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് എന്റെ വീഡിയോസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പതാ നമ്മുടെ അടിപൊളി ക്രീമി ആയിട്ടുള്ള ചോക്ലേറ്റ് പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുറച്ച് ബദാമ ഗ്രേറ്റ് ചെയ്തത് ടോപ്പിംഗ്സ് ആയിട്ടിട്ട് കിഡുവാണ് കേട്ടോ. അപ്പൊ എല്ലാരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ബൈ.